റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉറങ്ങിക്കാണുമല്ലോ അല്ലേ? പക്ഷേ കോൺഗ്രസിലെ നേതാക്കളിൽ പലർക്കും ഇന്നലെ ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. ശിവരാത്രി കുറച്ച് മുമ്പേ സംഭവിച്ചെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ ശിവരാത്രി ഇന്നലെ ആയിരുന്നു എന്നാണ് ചില നേതാക്കളെങ്കിലും പറയുന്നത്. കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. പിന്നെ രാവിലെ എപ്പോഴോ പുലർവേളയിൽ ഒന്ന് ഉറങ്ങിപ്പോയി. രാവിലെയോടെ എത്തും എന്നാണ് കരുതിയത്. പക്ഷേ രാവിലെയും എത്തിയിട്ടില്ല. 11 മണിയോടുകൂടി ലിസ്റ്റ് പുറത്തു വരും. 11 മണിക്ക് മുമ്പെന്നാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? റോഷിപാൽ, ഇന്നലെ യഥാർത്ഥത്തിൽ ദില്ലിയിൽ നടന്നത് BDKC പക്ഷം തിരിഞ്ഞുള്ള ഒരു ചർച്ചയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഇപ്പോഴും സമവായമാകാത്ത സീറ്റുകൾ ബാക്കി നിൽക്കുന്നു. MP-മാരുടെ കാര്യത്തിലൊടുവിൽ ഖർഗെയെ കൊണ്ട് നേതാക്കൾ തിരുത്തിക്കുകയായിരുന്നു. അരുൺകുമാർ, നേരത്തെ ആദ്യഘട്ട പട്ടിക ഒറ്റപ്പേരിലെത്തി. ഏതാണ്ട് ഭൂരിഭാഗം മണ്ഡലങ്ങളിൽ ഒറ്റപ്പേരിലെത്തിയാണ് നേരെ CEC-യുടെ മുന്നിലേക്ക് എത്തിയത്. അതുകൊണ്ട് എളുപ്പമായിരുന്നു CEC-ക്ക്. പക്ഷേ രണ്ടാം ഘട്ട പട്ടിക അങ്ങനെയായിരുന്നില്ല. മാരത്തോൺ ചർച്ചകൾക്കൊടുവിലും ഒന്നിൽ കൂടുതൽ പേരുകൾ പല മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നു. അതാണ് അവിടെ ഒരു തർക്കത്തിന് വഴിയൊരുക്കിയത്. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ പാനലായി എത്തിയ പട്ടികയിൽ വെട്ടിത്തുടങ്ങി. അവിടെ കനകോലുവിൻ്റെ റിപ്പോർട്ട് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് ഈ വെട്ടൽ നടന്നതും. അത് തർക്കത്തിന് വഴിയൊരുക്കുന്നു. അവിടെ KC വേണുഗോപാൽ ഉയർത്തിയ പല പേരുകൾക്കെതിരെ VD സതീശൻ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് തർക്കവും പിന്നീടത് ഖാർഗെയുടെ വീട്ടിലേക്കൊക്കെ യോഗം മാറുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം ഹൈക്കമാൻഡ് നേരത്തെ തത്വത്തിൽ എടുത്തതാണ്. ആ തീരുമാനത്തിന് വിരുദ്ധമായി K. സുധാകരൻ മത്സരിക്കാൻ സന്നദ്ധരാവുകയും കടുത്ത നിലപാട് സ്വീകരിക്കും, പൊട്ടിത്തെറിക്കും, ഒരുപക്ഷെ സ്വതന്ത്രമായി മത്സരിക്കുമെന്ന സൂചന പുറത്തു വന്ന സാഹചര്യത്തിൽ അത് കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത സമ്മർദ്ദമാവുകയും ചെയ്തു. പ്രത്യേകിച്ച് കണ്ണൂരിൽ K. സുധാകരൻ മത്സരിച്ചാൽ അത് കണ്ണൂരിലെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രതിഫലിക്കുമെന്ന ആശങ്ക അതെല്ലാ നേതാക്കൾക്കും ഉണ്ടായിരുന്നു. ഈ കാര്യമൊക്കെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ അത് ഹൈക്കമാൻഡ് ധരിപ്പിച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കളെ ധരിപ്പിച്ചു. പക്ഷേ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ അത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ തീരുമാനം മാത്രമല്ല, അത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ എത്തുന്നത്. കാരണം സംസ്ഥാനത്ത് അങ്ങനെ ഒരു MP-ക്ക് സമ്മർദ്ദത്തിന് വഴങ്ങി ഇളവ് നൽകിക്കഴിഞ്ഞാൽ മറ്റ് സമാനമായ നിലപാട് സ്വീകരിച്ച MP-മാർക്ക് അവർക്ക് കൂടി അവസരം നൽകേണ്ടി വരും എന്നൊരു വിലയിരുത്തലുണ്ട്. മാത്രവുമല്ല, ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാഹചര്യം ഒരുക്കുന്നത് അത്ര ഗുണകരമാകില്ല എന്ന അഭിപ്രായം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുണ്ട്. ഏതായാലും K. സുധാകരൻ നേരത്തെ എടുത്ത തീരുമാനത്തിന് തൊട്ടു പിന്നാലെ ഇനി എന്താണ് പരസ്യപ്പെടുത്തുക നിലപാട് എന്നതാണ്. കാരണം K. സുധാകരന് മുന്നിൽ ഇനി ഒരു വഴിയുമില്ല. കാരണം എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞു. ദില്ലിയിൽ തുടരുന്ന K. സുധാകരനും അനുയായികളും ഇനി വാർത്താ സമ്മേളനം നടത്തി നിലപാട് പ്രഖ്യാപിക്കുക, അത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവിയായ പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കുക, ഒപ്പം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുക. ഇന്നലെ വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചതാണ്. പ്രഖ്യാപനം വൈകിയതുകൊണ്ടാണ് മാറ്റിയത്. ഒരുപക്ഷെ പ്രഖ്യാപനം വന്നാൽ തൊട്ടു പിന്നാലെ K. സുധാകരൻ പ്രതികരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രവുമല്ല, സുധാകരൻ തനിച്ചു മത്സരിക്കുന്ന അപ്പുറത്തേക്ക് 15 ഇടങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ അത് കഴിഞ്ഞ 2 ദിവസമായി ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള നീക്കങ്ങൾ അത് യാഥാർത്ഥ്യമാക്കുമോ എന്നതാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരാശങ്കയുമില്ല എന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. K. സുധാകരൻ മത്സരിച്ചാലും അതൊക്കെ മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ ഇന്നലെ ഏറ്റവും ഒടുവിൽ അങ്ങനെയുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് അവർ എത്തുന്നത്. കാരണം K. സുധാകരൻ പാർട്ടി വിട്ടാൽ അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിച്ചാൽ ഒരാൾ പോലും K. സുധാകരൻ്റെ ഒപ്പം ഉണ്ടാകില്ല എന്ന വിലയിരുത്തലിലേക്കാണ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും എത്തുന്നത്. പക്ഷേ ആദ്യഘട്ടം മുതൽ K. സുധാകരനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചത് രമേശ് ചെന്നിത്തലയായിരുന്നു. രമേശ് ചെന്നിത്തല അത് മല്ലികാർജ്ജുൻ ഖാർഗെ ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. ഏതായാലും ഇന്ന് K. സുധാകരൻ എന്താണ് സംസാരിക്കുക എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഒന്ന് അർജുൻ കല്യാണിലേക്ക് പോകുന്നു. അർജുൻ കല്യാൺ, KS-ന് സീറ്റില്ല, സീറ്റുമായി തിരിച്ചു വരൂ എന്ന് ഉറപ്പിച്ചാണ് KS വിമാനം കയറിയത്. തിരിച്ചു വരുമ്പോൾ KS-ന് മത്സരിക്കാൻ കണ്ണൂർ സീറ്റില്ല. കണ്ണൂർ സീറ്റില്ലാത്ത KS എങ്ങനെയാണ് പ്രതികരിക്കുക? അനുനയത്തിന് വഴങ്ങുമോ? ഒടുവിൽ മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ ഈ വിവരം KS-നെ അറിയിക്കുമ്പോൾ KS-ന് ഇനി അതിൽ നിന്ന് കുതറി മാറാൻ കഴിയുമോ? ഒരുപക്ഷേ ഒരു പ്രതികരണം ഉണ്ടാവാം. ആ അതൃപ്തിയും നീരസവും പ്രകടിപ്പിച്ചേക്കാം. എന്നതിനും അപ്പുറത്തേക്ക് കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത ഇപ്പോഴുണ്ടോ? എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? കണ്ണൂരിൻ്റെ പൾസ് എങ്ങനെയാണ്? ആദ്യഘട്ടത്തിൽ KS-നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വികാരം ഇപ്പോൾ KS-നോടൊപ്പമുണ്ടോ? കാരണം പാർട്ടിയെ തന്നെ അത് പ്രതിരോധത്തിലാക്കുന്ന നിലപാടിലേക്ക് മാറി എന്നൊരു തോന്നലുണ്ടോ? മാത്രമല്ല, പാർട്ടി വിട്ടാൽ KS-നോടൊപ്പം എത്ര പേർ പോകുമെന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അർജുൻ കല്യാൺ, കണ്ണൂരിൽ എന്താണ് KS വന്നിറങ്ങുമ്പോൾ സംഭവിക്കുക? വലിയ സ്വീകരണം ഒരുക്കാനൊന്നും പദ്ധതിയില്ലല്ലോ ഇപ്പോൾ.
ഡോക്ടർ തീർച്ചയായിട്ടും കണ്ണൂരിൽ കെ സുധാകരനെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ കെ സുധാകരനെ കൂടെ നിർത്താതെ ഒരു ജയം കോൺഗ്രസിന് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസമില്ല. പക്ഷേ കെ സുധാകരൻ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. കണ്ണൂരിൽ കെ സുധാകരൻ ഏതെങ്കിലും തരത്തിൽ ഇടഞ്ഞു നിൽക്കുകയോ മാറി നിൽക്കുകയോ വിട്ടുനിൽക്കുകയോ ചെയ്താൽ കോൺഗ്രസിന് അത് വലിയ വെല്ലുവിളിയായിരിക്കും, വലിയ പ്രതിരോധമായിരിക്കും, പ്രതിസന്ധിയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്തരത്തിൽ കെ സുധാകരൻ എന്തായിരിക്കും ഇനി സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന നിലപാട്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂരിൽ കെ സുധാകരൻ്റെ ഒരു തട്ടകം തന്നെയാണ്. കണ്ണൂർ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് കെ സുധാകരന് പ്രധാനപ്പെട്ട ഒരുപാട് അനുയായികളുള്ള ഒരു പ്രദേശം കൂടിയാണ്. കണ്ണൂർ നഗരമാണ് സുധാകരൻ്റെ തട്ടകം എന്ന് പറയുന്നത്. സ്വാഭാവികമായും ആ തട്ടകത്തിൽ സുധാകരൻ്റെ അനുയായികളുണ്ടാവും. കഴിഞ്ഞ 2 തവണയും LDFിൻ്റെ സ്ഥാനാർത്ഥികൾ കണ്ണൂരിൽ ജയിക്കുന്നത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ജയിക്കുകയും പിന്നീട് മന്ത്രിയാവുകയൊക്കെ ചെയ്തത്. ആ ഘട്ടത്തിലെല്ലാം കോൺഗ്രസിന് ഈ സീറ്റ് കൈവിട്ടത് നിസാരം വോട്ടുകൾക്കാണ്. ആ തരത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിസാരം വോട്ടുകൾക്ക് നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയ വോട്ടുകളുടെ വേരിയേഷൻ പോലും വലിയ രീതിയിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മണ്ഡലം എന്ന സ്ഥിതിക്ക് കെ സുധാകരൻ്റെ പിന്തുണ അത് ഉറപ്പിച്ചാൽ മാത്രമേ കണ്ണൂർ സീറ്റ് വിജയിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഇപ്പോൾ ടി ഒ മോഹൻ ആണ് എങ്കിൽ കൂടിയും ഈ കടമ്പ കടക്കുക എന്നുള്ളത് അത്ര നിസ്സാരമായി ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം ഈ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതായത് കെ സുധാകരന് സീറ്റില്ല, കെ സുധാകരനെ അവഗണിച്ചിരിക്കുന്നു, കെ സുധാകരന് മുൻപേ നൽകിയിട്ടുള്ള വാക്കുകൾ പാലിക്കപ്പെട്ടിട്ടില്ല തുടങ്ങിയിട്ടുള്ള തോന്നലുകളും അത്തരത്തിലുള്ള ചില കാര്യങ്ങളുമൊക്കെ ഇപ്പോഴും ഈ കണ്ണൂരിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇങ്ങനെ മുഴങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ സുധാകരനെ സ്നേഹിക്കുന്ന ഒരുപാട് അനുയായികൾ അവർക്കൊക്കെ മുറിവേറ്റിട്ടുണ്ട്. അവരൊക്കെ ഏത് തരത്തിലായിരിക്കും ഇനിയിപ്പോൾ സുധാകരൻ തന്നെ രംഗത്തിറങ്ങിക്കഴിഞ്ഞാലും സുധാകരൻ്റെ അനുയായികൾക്ക് അത് മനസ്സിനേറ്റ മുറിവ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന സുധാകരൻ്റെ അനുയായികളെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാടുകൾ എടുക്കുമോ അല്ലെങ്കിൽ പരസ്യമായി രംഗത്തിറങ്ങാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും കോൺഗ്രസിന് UDFന് കണ്ണൂർ മണ്ഡലത്തിൽ അതൊരു തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സുധാകരൻ തന്നെ നേരിട്ട് കളത്തിലിറങ്ങി അല്ലെങ്കിൽ സുധാകരൻ തന്നെ നേരിട്ട് പ്രചരണത്തിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ഒരു മുറിവിനെ ഉണക്കാൻ വേണ്ടി കഴിയും അല്ലെങ്കിൽ ആ ഒരു കടമ്പ കടക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ആത്മവിശ്വാസവും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരനെ അനുനയിപ്പിച്ച് പാർട്ടി രാവിലെ മടങ്ങി കെ സുധാകരൻ എന്നാണോ മനസ്സിലാക്കിയത് ദില്ലിയിൽ നിന്ന്? അങ്ങനെയാണെങ്കിൽ എപ്പോഴത്തേക്കാണ് കെ സുധാകരൻ കണ്ണൂരിൽ ലാൻഡ് ചെയ്യുക? അങ്ങനെ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? ഡോക്ടർ നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെ കൃത്യമായ ഒരു സമയം ലഭിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് തന്നെ കണ്ണൂരിലേക്ക് എത്തും എന്നുള്ള കാര്യം സുധാകരൻ്റെ അനുയായികളിൽ നിന്നും അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കും അദ്ദേഹം കണ്ണൂരിലേക്ക് എത്തുക? അത് കണ്ണൂർ എയർപോർട്ടിലേക്ക് തന്നെ നേരിട്ട് വന്ന് ഇറങ്ങുമോ അല്ലെങ്കിൽ മംഗലാപുരത്ത് വന്ന് അവിടെ നിന്നും റോഡ് മാർഗം എത്തുമോ എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തത വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അനുയായികളോട് സംസാരിക്കുമ്പോഴും ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്, കണ്ണൂരിലേക്ക് എത്തും, ഇന്ന് തന്നെ എത്തും. കാരണം സ്ഥാനാർത്ഥി നിർണയവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ ഏകദേശം അവസാനിച്ചിരിക്കുന്നു. പിന്നെ ഡൽഹിയിൽ തുടരേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ കണ്ണൂരിലേക്ക് ഇന്ന് തന്നെ എത്തും എന്നുള്ളതാണ് അദ്ദേഹത്തിന് അടുത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ എത്തുകയാണെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്തത് പ്രകാരം നേരത്തെ സുധാകരന് സീറ്റ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ഈ അനുയായികൾക്കും അടുത്ത് നിൽക്കുന്ന ആളുകൾക്കുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ അവരൊക്കെ പ്ലാൻ ചെയ്തത് വിപുലമായ ഒരു സ്വീകരണ പരിപാടിക്ക് സുധാകരൻ ഒരുക്കണമെന്നുള്ള ഒരു ധാരണയിലും ഒരു തീരുമാനത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയാണ് സാഹചര്യമെങ്കിൽ ഒരുപക്ഷെ അത്തരം സ്വീകരണമോ ആൾക്കൂട്ടമോ മുദ്രാവാക്യം വിളികളോ ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇനിയിപ്പോൾ സുധാകരൻ്റെ അനുയായികൾ മുറിവേറ്റ സുധാകരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വീകരിക്കുക എന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത്തരമൊരു മുദ്രാവാക്യം വിളികളും അല്ലെങ്കിൽ സ്വീകരണമൊക്കെ ആലോചിക്കും. പക്ഷേ ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു പരിപാടിയും ആസൂത്രണം ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് തന്നെ കണ്ണൂരിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്.